മുഹമ്മദ് സാദിഖ്, ഞാൻ മറ്റൊന്ന്, ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഇവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസും ചേർന്ന് സംയുക്തമായി റെയ്ഡ് തുടരുകയാണ്. ഇന്നും കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് റെയ്ഡ് ഉണ്ടായിട്ടുണ്ട്. ഇന്നും കളമശ്ശേരിയിൽ ഭാരത്മാതാ കോളേജിൽ നിന്ന് ഒരു വിദ്യാർത്ഥി കഞ്ചാവുമായി പിടിയിലായിട്ടുണ്ട്. ഈ റെയ്ഡ് തുടരേണ്ടതുണ്ട്. ഇത് ക്യാമ്പസുകളിൽ കേന്ദ്രീകരിച്ച് ഇപ്പോഴും, അതായത് ഈ അറസ്റ്റൊക്കെ ഉണ്ടായിട്ടും വീണ്ടും കൈവശം വെക്കുന്നവരുണ്ട് എന്നതിൻ്റെ ചിത്രമാണ്. ഇന്ന് പാലായിൽ പിടിയിലായത് 15 വയസ്സുകാരനാണ്, 10ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. അല്ലാതെ നിങ്ങളെ അങ്ങ് ഒരു മൂലക്കിരുത്താം അല്ലെങ്കിൽ നിങ്ങളെ അങ്ങ് ആക്രമിച്ചു കളയാം എന്ന രൂപത്തിലുള്ള ചർച്ചയല്ല. അതാത് സംഘടനകൾക്കുള്ള ഉത്തരവാദിത്വം. ദൗർഭാഗ്യവശാൽ KSU പ്രതിനിധിയില്ല, ലീഗ് പ്രതിനിധിയുണ്ട്, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഞാൻ ആ രീതിയിലല്ല ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഈ അതാത് സമയങ്ങളിൽ ഈ ബോധവൽക്കരണ പരിപാടികൾ ഒരു മുദ്രാവാക്യമായി അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസുകളായി ഇങ്ങനെ ഉപയോഗിച്ചാൽ നിങ്ങൾ ഈ സംഘടന ഉണ്ടാവില്ല എന്ന ഒരു താക്കീതായി മാത്രം നിർത്തേണ്ടതാണോ നിങ്ങളുടെ പരിപാടി എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമെല്ലാം പ്രസക്തമാണ്. പക്ഷേ ഇത്തരത്തിലേക്കുള്ള ഈ ചർച്ചയെ കൊണ്ടുപോകാനുള്ള സാഹചര്യം എങ്ങനെയാണ് രൂപപ്പെട്ടത്? KSUക്കാർ പ്രതിയായതോടു കൂടിയാണല്ലോ. ഞാൻ വിഷയത്തെ അങ്ങനെ കൊണ്ടുപോകല്ല. ഇന്നും ഒരു വാർത്ത വന്നുള്ളൂ. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത ടേക്ക് ചെയ്യാൻ തയ്യാറായോ? മഹാരാജാസ് കോളേജിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന മലപ്പുറത്തെ ഒരു ജില്ലാ സെക്രട്ടറി നിയാസിനെ KSUവിന്റെ എറണാകുളത്തെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ മദ്യപിച്ച് ലഹരി ഉപയോഗിച്ച് കടന്നു വന്ന് ആക്രമിച്ചു, ഒരു നോമ്പുകാരനായ വിദ്യാർത്ഥിയെ ആക്രമിച്ചു എന്നുള്ള വാർത്ത ഇന്ന് ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടു. റിപ്പോർട്ടറിൽ ആ വാർത്ത കണ്ടില്ല. എപ്പോഴാണ് ഈ വിഷയം? പറയൂ. നമ്മൾ കൊടുത്തില്ല എന്ന് എങ്ങനെ അറിഞ്ഞു? ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പോയിട്ടില്ല എന്നല്ലല്ലോ, പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. പോയിട്ടുണ്ട്, നീ പറഞ്ഞോളൂ. പോയിട്ടുണ്ടെങ്കിൽ നല്ലത്, പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. SFI നേതൃത്വം ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പല മാധ്യമങ്ങളും അത് ഏറ്റെടുക്കാൻ പോലും തയ്യാറായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, SFIക്കെതിരായി ഇന്നലെ ഉച്ചവരെ വലിയ ചർച്ചയെ നിങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ യഥാർത്ഥ പ്രതികൾ KSUക്കാരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ ഇതിന്റെ മറ്റ് കാരണങ്ങളിലേക്ക് കടക്കാനും കക്ഷി രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി വളരെ ഡീപ്പായി വിഷയത്തെ ചർച്ച ചെയ്യാനും തയ്യാറാകുന്നത്. ആ ഒരു ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ SFI നിരോധനമാണ് ലഹരിക്കുള്ള ഏക പരിഹാരം എന്നുള്ള തരത്തിലേക്ക് ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടത്തുന്ന സാഹചര്യം കൂടെ കണക്കിലെടുക്കണം. ഞാൻ വിഷയത്തിലേക്ക് താങ്കളുടെ ചോദ്യത്തിലേക്ക് യഥാർത്ഥ പ്രതികൾ അവരും ഞങ്ങൾ യഥാർത്ഥ പ്രതികളും എന്നുള്ള രൂപത്തിൽ ചർച്ച കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്നേ. 2 കൂട്ടരിൽ നിന്നും പിടിച്ചിട്ടുണ്ട്, അതാണല്ലോ സത്യം. അതിന്റെ അളവ് ഗ്രാമാണോ കിലോയാണോ എന്ന തർക്കത്തിൽ വേണമെങ്കിൽ ഗ്രാമിൽ ചിലപ്പോൾ നിങ്ങൾ താഴെ ആയിരിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിടികൂടപ്പെട്ടല്ലോ, ഉപയോഗിച്ചല്ലോ, ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇനിയും ഉപയോഗിക്കുന്നവരുണ്ടാകുമല്ലോ. എന്തുറപ്പാണ് ഇനി ഉണ്ടാവില്ല എന്ന്? എന്തുറപ്പാണ് ഇനി ആരും പിടിയിലാവില്ല എന്ന്? ഇതിനിയും നടക്കുന്നേ, റെയ്ഡുകൾ തുടരുകയല്ലേ. അപ്പോൾ ഇനി എന്താണ് പരിപാടി എന്നാണ് ആലോചിക്കേണ്ടത്. മുഹമ്മദ് സാദിഖ്, ദയവ് ചെയ്ത് ആ ഒരു ചർച്ചയിൽ മാറ്റൂ. ഞാൻ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല ഇതിനു മുമ്പ്. അങ്ങനെയല്ല, ഞങ്ങൾ കൃത്യമായി വിഷയത്തിന്റെ എല്ലാ വശവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതിലെന്താണ് അഭിപ്രായ വ്യത്യാസം? ഇതിലെ കാര്യകാരണങ്ങളിലേക്ക്, ഇതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക്, പുതിയ വിദ്യാർത്ഥി തലമുറ ഇത്തരം ലഹരി അബ്യൂസിലേക്ക് പ്രവേശിക്കേണ്ട സാഹചര്യം രൂപപ്പെടുന്നതിനെ കുറിച്ച്, അതിലുള്ള പാരന്റൽ ഇഷ്യൂസിനെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പിഴവിനെ സംബന്ധിച്ച്, പോലീസിന്റെ പക്ഷത്തു നിന്നുണ്ടാകുന്ന പിഴവിനെ സംബന്ധിച്ച്, അഡോളസെൻസ് കാലത്തിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന പലതരം മാനസിക വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ സംബന്ധിച്ച്, അതെല്ലാം ഇവരിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, അരാഷ്ട്രീയ ഗ്യാങ്ങുകളെ സംബന്ധിച്ച്, അരാഷ്ട്രീയ ഗ്യാങ്ങുകൾ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുന്ന പലതരം അരാജക പ്രവണതകളെ സംബന്ധിച്ച്, ഇത്തരം കൂട്ടങ്ങളിലേക്ക് ഒരു അതിഥിയായി ലഹരി കടന്നു വരുന്നതിനെ സംബന്ധിച്ച്, അത് മാരക വിപത്തായി മാറുന്നതിനെ സംബന്ധിച്ച്, അതേ തുടർന്ന് സ്വന്തം ഉമ്മയെ പോലും വെട്ടിക്കൊല്ലുന്ന നിലയിലേക്ക് വിദ്യാർത്ഥികൾ മാറുന്നതിനെ സംബന്ധിച്ച്, ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെ തുടർന്ന് അനേകം കേസുകൾ കേരളത്തിൽ, കൊലപാതകങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള ഡിസ്കഷൻ ആണോ കേരളത്തിലെ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന് തയ്യാറാണ് SFI. ഞങ്ങൾ അത് എല്ലാ ഘട്ടത്തിലും വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയ ചർച്ചയെ നയിച്ചവരും ആ ചർച്ചയിൽ ഞങ്ങളുടെ പങ്ക് നിർവഹിച്ചവരുമാണ്. ക്രൈമിലേക്ക് കടക്കുന്നു. വീട്ടിലുള്ളവരെ എങ്ങനെയാണ് മക്കൾ കൊല്ലുന്നത്, ഉമ്മയെ കൊല്ലുന്നത്, അച്ഛനെ കൊല്ലുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ ഈ വിഷയം ഇത്ര ഗൗരവത്തിലെടുക്കാനുള്ള കാരണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.